മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ NCPയിൽ വലിയ പടയൊരുക്കം നടക്കുന്നുണ്ട്. ശശീന്ദ്രൻ ഇനി മത്സരിക്കില്ല എന്നാണ് NCP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. നൽകാവുന്ന എല്ലാ സ്ഥാനങ്ങളും ഇതിനകം പാർട്ടി എ കെ ശശീന്ദ്രന് നൽകിയിട്ടുണ്ട്. ഇനി മത്സരിക്കില്ലെന്ന് ശശീന്ദ്രൻ നേരത്തെ പാർട്ടിയെ അറിയിച്ചിരുന്നുവെന്നും പകരം വരുന്ന സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുക്കം മുഹമ്മദ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ എലത്തൂർ മന്ത്രി എ കെ ശശീന്ദ്രൻ മത്സരിച്ചിരുന്ന ആ വാർഡിൽ ഇപ്രാവശ്യം മണ്ഡലത്തിൽ ആരാണ് മത്സരിക്കുക എന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. NCPയുടെ ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് കെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എ കെ ശശീന്ദ്രൻ ഞങ്ങളെ പാർട്ടിയുടെ ഈ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം പാനൂരിൽ നിന്ന് MLA ആയി, എടക്കാട് നിന്ന് MLA ആയി, ബാലുശ്ശേരി MLA ആയി, എലത്തൂരിൽ നിന്ന് 3 തുടർച്ചയായ MLA ആയി. 7 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു, 6 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു. ഏകദേശം 28-30 വർഷക്കാലം MLAയും 10 വർഷക്കാലം തുടർച്ചയായി മന്ത്രിയായി. മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയിട്ട് വലിയ വിവാദങ്ങൾ തോമസ് കെ തോമസ് അതുപോലെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് പാർട്ടി ജില്ലാ ഘടകം എങ്ങനെയായിരുന്നു അതിനോട് സ്വീകരിച്ച സമീപനം? ഞങ്ങളെല്ലാ രംഗത്തും എ കെ ശശീന്ദ്രൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സായി. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വികാരനിർഭരമായി പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ആവശ്യം ഇനി പാർലമെൻറ്റ് ജീവിതത്തിൽ നിന്നും ഒരു മാന്യമായ യാത്രയപ്പാണ്. മാന്യമായ യാത്രയപ്പ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മന്ത്രിസ്ഥാനത്ത് നിന്നും ഇടയ്ക്ക് വെച്ച് ഇറക്കി വിടാൻ പാടില്ല എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുഖവിലക്കെടുത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒറ്റക്കെട്ടായി അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിട്ട് അതെല്ലാം മാറ്റിമറിയുന്ന കൊണ്ട് നിന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ് പവാർജിയെ പോയി കണ്ടു. മറ്റൊരു കാര്യം കൂടി, ഈ എ കെ ശശീന്ദ്രൻ ഇനി ഒരിക്കൽ മത്സരിക്കില്ല എന്ന തരത്തിൽ എന്തൊരു വാഗ്ദാനം നൽകിയിരുന്നു എന്നൊക്കെ റൂമറുണ്ട്. അത് എത്രത്തോളം വസ്തുതയാണ്? അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇത് ഞാൻ അവസാനമായി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല, എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ മാത്രമല്ല, ഈ കോഴിക്കോട് ജില്ലയിലെ കേരളത്തിലെ പൊതുസമൂഹം തന്നെ അതിന് മത്സരിക്കുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലേക്ക് ഒരാളെ കാണുന്നുണ്ടാവുമല്ലോ, നിങ്ങൾ അത്തരം ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ടോ? ഞങ്ങൾ ആലോചിക്കുന്നത്, ഞങ്ങളുടെ ജില്ലയാണ് സംസ്ഥാനത്ത് ഏറ്റവും പ്രബലമായ പാർട്ടി ജില്ല. തീർച്ചയായും ഈ ജില്ലയിൽ നിന്നുള്ള ഒരാൾ തീർച്ചയായും അവിടെ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മന്ത്രി ശശീന്ദ്രൻ ഇനി മത്സരിക്കില്ല എന്ന് തന്നെ നിങ്ങൾ ഉറപ്പിക്കുന്നു? പരിപൂർണമായി വിശ്വസിക്കുന്നു. കാരണം അതിൻ്റെ എല്ലാ സൗകര്യവും അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹം ഇത്രയും ദീർഘകാലം കഴിഞ്ഞ ഈ ചെറിയൊരു പാർട്ടിയിൽ നിന്നും 10-30 വർഷക്കാലം MLAയും 10 വർഷക്കാലം തുടർച്ചയായി മന്ത്രിയും ഒക്കെ ആവുക എന്നുള്ളത് ഈ പാർട്ടിയിൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ്. ഇപ്പോൾ ഈ പറയുമ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ പ്രതികരണം എന്തായിരിക്കും ഇതോട്? അദ്ദേഹം ഇതുവരെയും മത്സരിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. മത്സരിക്കുമെന്ന് പറയാത്തിടത്തോളം കാലം അദ്ദേഹത്തെ പോലെ വളരെ വിശാലമായി ചിന്തിക്കുന്ന, ഞങ്ങളെ പാർട്ടി ക്ലാസ് എടുക്കുന്ന ആളാണ്. പുതിയ തലമുറക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം, പുതിയ നേതൃത്വം കൊണ്ടുവരണം എന്നൊക്കെ ദീർഘകാലമായി ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് താങ്കൾ പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞു. അതിന് വിരുദ്ധമായൊരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ഇനി അഥവാ ഉണ്ടായാൽ എന്തായിരിക്കും നിങ്ങളുടെ? ഉണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഞങ്ങൾ. പരിപൂർണമായി ഉണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ അധികാരത്തിന് വേണ്ടി ഓടി നടക്കുകയോ അധികാരത്തിന് വേണ്ടി എന്തെങ്കിലും കുറുക്കുവഴികൾ സ്വീകരിക്കുന്ന ആളല്ല അദ്ദേഹം. തീർച്ചയായും എന്തായാലും ഇനി ഒരു മത്സരത്തിന് എ കെ ശശീന്ദ്രൻ ഉണ്ടാവില്ല എന്ന തരത്തിലാണ് മുക്കം മുഹമ്മദ്, അതായത് NCPയുടെ ജില്ലാ പ്രസിഡന്റ് നമ്മോട് സംസാരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു ബീനങ്ങാടിക്കൊപ്പം അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്. വിവരങ്ങൾ നൽകാനായിട്ട് അനീസ് അലി തന്നെ ചേരുന്നുണ്ട്. അനീസ് അലി, ഇതിലിപ്പോൾ അനീസ് പറഞ്ഞതുപോലെ തന്നെ എ കെ ശശീന്ദ്രൻ എന്തായിരിക്കും പ്രതികരണം നടത്താൻ പോകുന്നത് എന്ന് തന്നെയാണ് അറിയേണ്ടത്. പക്ഷെ നോക്കൂ, ഇവിടെ എ കെ ശശീന്ദ്രൻ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ NCP സംസ്ഥാന നേതൃത്വത്തിനകത്ത് തന്നെ ഒരു ധാരണ, ഒരു തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോ ശശീന്ദ്രനെതിരെ ജില്ലക്കകത്ത് നടക്കുന്ന ഒരു പടയൊരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണമായിട്ട് വേണമോ മുക്കം മുഹമ്മദിന്റെ ആ ഒരു പ്രസ്താവനയെ, അല്ലെങ്കിൽ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞതിനെ കാണേണ്ടത്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ മണ്ഡലം NCPയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രോങ്ങുകളുടെ ഏരിയയാണ്. അവിടെ പാർട്ടി ഘടകത്തിൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത് എന്നാണ് മുക്കം മുഹമ്മദ് പറയുന്നത്. എന്തായാലും അത് വരുന്ന സന്ദർഭം എന്ന് പറയുന്നത് എ കെ ശശീന്ദ്രൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ അധികാരക്കൊതി മൂത്ത ഒരാളൊന്നും അല്ല. അദ്ദേഹം യുവതലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കും, പാർട്ടിയിൽ ക്ലാസ് എടുക്കുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇനി ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന വ്യക്തമായ സൂചന തന്നെയാണ് മുക്കം മുഹമ്മദ് എന്ന് പറയുന്ന NCPയുടെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അത് എൻ്റെ മാത്രം അഭിപ്രായമല്ല,
പാർട്ടി പ്രവർത്തകരുടെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ ജനങ്ങൾ തന്നെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഒരു തവണ കൂടി അദ്ദേഹം MLA ആയോ മന്ത്രിയായോ ഇരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പാർട്ടി ചെറിയൊരു പാർട്ടിയാണ്. അതിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാം, നൽകാവുന്ന എല്ലാ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും AK ശശീന്ദ്രന് ഇതിനകം തന്നെ പാർട്ടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആളുകൾക്ക് പുതുതലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് പറയുന്നത് AK ശശീന്ദ്രന്റെ തന്നെ താല്പര്യമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇത് നേരത്തെ AK ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വഴിയിൽ വെച്ച് ഇറക്കി വിടരുത്. കാരണം നേരത്തെ ഉണ്ടായ വിവാദങ്ങളൊക്കെ 2.5 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം മന്ത്രി മാറ്റത്തെക്കുറിച്ചൊക്കെ ചർച്ചയുണ്ടായിരുന്നു. അതിനുശേഷം അതിൽ അദ്ദേഹത്തിന് തുണയായ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ ഘടകം ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിടരുത്. അതിന് അവർ പറയുന്ന ഒരു കാരണം അന്ന് മന്ത്രി നൽകിയൊരു വാക്കായിരുന്നു, ഇനി ഒരു മാന്യമായ പടിയിറക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇടയിൽ ഇറക്കി വിടരുത്, ഇനി ഒരു തവണ മത്സരിക്കാനില്ല. പക്ഷെ അതൊക്കെ ആയിരിക്കുമ്പോഴും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ള ആ സന്ദർഭത്തിൽ മന്ത്രി ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പാർട്ടി വൃത്തങ്ങൾക്ക് മനസ്സിലാകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി അങ്ങനെ അധികാരക്കൊതി മൂത്ത ഒരാളൊന്നും അല്ല, അങ്ങനെ മത്സരിക്കാനൊന്നും വരില്ല, അദ്ദേഹം പാർട്ടിയിൽ യുവജനങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രി ശശീന്ദ്രനെ ആ ഒരു വാതിൽ അടക്കുന്ന തരത്തിലുള്ള ശരി അനീസ് അലി, അങ്ങനെ ഒരു മത്സരം